electrons under the acceleration of electric field moving in the direction opposite to the electric field will be deflected by randomly vibrating atoms and ions. Listen, എല്ലാ സെല്ലിൻ്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഇത് നമ്മൾ എന്നിട്ട് ചെയ്തു ഈ കോമ്പിനേഷനെ ദിസ് കോമ്പിനേഷൻ ബി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. ഇതാണ് സെൽസ് among ആർ പാരലൽ ടു ഈച്ച് അതർ. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുലയാണ് എം മാസ് ഓഫ് ഇലക്ട്രോൺ, എൻ നമ്പർ ഡെൻസിറ്റി, ഈ ഇലക്ട്രോണിക് ചാർജ്, ടോ ആവറേജ്. ഇനി കണ്ടക്ടറിലാണെങ്കിൽ വെൻ കണ്ടക്ടർ ഹീറ്റഡ് എന്നിൽ മാറ്റില്ല. നമ്പർ ഡെൻസിറ്റി എല്ലാ ഒരു കണ്ടക്ടറിൽ പഠിച്ചിട്ടുണ്ട്. ഓൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാലേ there is no change to happen in the number density. Good morning everybody. ഇന്നത്തെ ഡിസ്കഷൻ കറണ്ട് ഇലക്ട്രിസിറ്റി എന്നുള്ള ചാപ്റ്ററാണ്, ബേസിക് ചാപ്റ്ററാണ്. സെക്കൻഡ് ഇയറിലെ ഒട്ടുമുക്കാലും ചാപ്റ്ററുകളിൽ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെയും ക്വസ്റ്റ്യൻസിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഇയറിലെയും ക്വസ്റ്റ്യൻസ്. ഈസിയാണ്, വലിയ കാൽക്കുലേഷൻസ് ഇല്ല, ട്വിസ്റ്റഡ് റീസണിങ്, മാത്തമാറ്റിക്കൽ സ്ട്രെയിൻ ഒന്നുമില്ല. അധികം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ന്യൂമറിക്കൽ സ്ട്രെസ് ഇല്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാവുന്നതാണ്. ഓൾ ദ ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഡൺ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ഡു ഓൾ ദ ക്വസ്റ്റ്യൻസ്. ഫ്യൂ പോയിന്റ്സ്. കീം എക്സാമിനേഷൻ്റെ മുന്നോടിയായിട്ട് വി ഹാവ് പ്രോഗ്രാം ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ്. ഒരു ഷോർട്ട് ടൈം പ്രോഗ്രാമാണ്. നമ്മൾ മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യുന്നു. CBSE സ്റ്റുഡൻസിന് ബൈ ദ ടൈം CBSE കുട്ടികളുടെ എക്സാം കഴിഞ്ഞിരിക്കും. ആൻഡ് സെക്കൻഡ് ബാച്ച് മാർച്ച് 12 സ്റ്റേറ്റ് ബോർഡ് മറ്റ് ബോർഡ് സ്റ്റുഡൻസിനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു ക്വിക്ക് റിവിഷൻ. നമുക്ക് ലിമിറ്റഡ് ടൈമുള്ളൂ. എന്നിരുന്നാലും വി ഹാവ് എ ഗ്രേഡഡ് പ്രോഗ്രാം. എല്ലാ ചാപ്റ്ററും ഒരു ബ്രീഫ് തിയറി ഡിസ്കഷൻ ഉണ്ടായിരിക്കും. ഫോർമുലയ്ക്കൊന്ന് ബ്രഷപ്പ് ചെയ്യും, തിയറി ഒന്ന് ബ്രഷപ്പ് ചെയ്യും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യും ക്ലാസ്സിൽ. അതുപോലെ നിങ്ങൾക്ക് PYQൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അതിനെല്ലാത്തിനും പുറമെ ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ഒരു പീരീഡ് കൊണ്ട് ഐ തിങ്ക് 1 month പ്ലസ് പീരീഡ് കൊണ്ട് നമ്മൾ എല്ലാ ചാപ്റ്ററും സിസ്റ്റമാറ്റിക് വേയിൽ ടച്ച് ചെയ്ത് പോകും. നിങ്ങൾക്കൊന്ന് ബ്രഷപ്പ് ചെയ്യാൻ നല്ലൊരു ചാൻസാണ്. കാരണം ഫസ്റ്റ് ഇയറിലെയും പല ടോപ്പിക്കും നിങ്ങൾ മറന്നിരിക്കുകയാണ്, ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ എഫേർട്ട് രണ്ടും കൂടിയിട്ട്, നിങ്ങളുടെ എഫേർട്ടും വേണം, നല്ലോണം വേണം, പ്ലസ് ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ബെനിഫിഷ്യലായിരിക്കും. നിങ്ങൾക്ക് ഓഫ്ലൈൻ കോണ്ടാക്ട് ക്ലാസ്സസ് ഉണ്ട്, അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്. അടുത്തൊരു പോയിന്റ്, അതായത് NCERT ടോപ്പിക്കിൻ്റെ ബേസിസിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ബേസിക്കലി എയിമിങ് ഫോർ ദ ട്യൂഷൻ ബാച്ചസ്. അതായത് ഓരോ ചാപ്റ്ററിൻ്റെയും ഞങ്ങൾ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും സെപ്പറേറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, മാത്തമാറ്റിക്സ് സെപ്പറേറ്റ്. ദാറ്റ് വിൽ ബി റിയലി ബെനിഫിഷ്യൽ ഫോർ യു. എല്ലാവർക്കും ബെനിഫിഷ്യലാണ്. പെട്ടെന്നൊരു റെഫറൻസ് വേണമെങ്കിൽ യു വാണ്ട് എ ക്വിക്ക് റെഫറൻസ് ടു എ പെർട്ടിക്കുലർ ടോപ്പിക്, പെർട്ടിക്കുലർ കൺസെപ്റ്റ്, യു ക്യാൻ റെഫർ ദ പെർട്ടിക്കുലർ യൂട്യൂബ് വീഡിയോ റെഫർ ചെയ്താൽ മതി. ഇത് വിൽ ബി ഹെൽപ്പിംഗ് യു. ഓക്കെ, ആൻഡ് ഞങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യാം. ഫോൺ നമ്പേഴ്സ് കൊടുത്തിരുന്നു. ഞാൻ പ്രീവിയസ് ക്രാഷ് കോഴ്സിന് QR കോഡ് സ്കാൻ ചെയ്ത ഡീറ്റെയിൽസ് കിട്ടും. ഞങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും ക്രാഷ് കോഴ്സിൻ്റെ. യു ക്യാൻ കോൺടാക്ട് ദം. ഓക്കെ, നൗ വി കം ടു ദ ക്വസ്റ്റ്യൻസ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി, യെസ്, ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം. നമുക്കറിയാം, ഒരു കണ്ടക്ടറിൻ്റെ അക്രോസ് ഒരു
പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കറിയാം കറന്റ് പാസസ് ത്രൂ ദ conductor. Current passes through the conductor. Okay. Yes. Current flow ki കാരണം എന്താണ്? ഫ്രീ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് ആണ്. ബിഫോർ അപ്ലൈയിങ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അപ്പോഴും ഈ ഫ്രീ ഇലക്ട്രോൺ വേർ ഇൻ മോഷൻ. അത് ഡ്രിഫ്റ്റിംഗ് അല്ല, അത് റാൻഡം മോഷനാണ്. തെർമൽ എനർജി കാരണം ഫ്രീ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യാണ്. നമുക്കറിയാം ഏതൊരു റാൻഡം മോഷൻ്റെയും ആവറേജ് റിസൾട്ട് 0 ആണ്, ആവറേജ് വെലോസിറ്റി 0 ആണ്. അതുകൊണ്ട് ബിഫോർ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഫ്രീ ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും ദേ ആർ നോട്ട് മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ ഡയറക്ഷൻ. അതുകൊണ്ടൊരു കറണ്ട് ഫ്ലോ ഇല്ല. വെൻ യു അപ്ലൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, നമുക്കറിയാം electric field is developed between the capacitor plates given by V by D. This makes electrons to experience a force. നമുക്കാണെങ്കിൽ മൈനസ് സൈൻ എഴുതാം. എന്താ മൈനസ് സൈൻ കാണിക്കുന്നത്? ഫോഴ്സ് ഓൺ ദി ഇലക്ട്രോൺ. ഫ്രീ ഇലക്ട്രോൺ ഇസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദ ഫീൽഡ്, അപ്ലൈഡ് ഫീൽഡ്. ആസ് എ റിസൾട്ട് ഈ റാൻഡംലി മൂവ് ചെയ്തിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം, റാൻഡംലി മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം വിത്ത് ആൻ ആവറേജ് വെലോസിറ്റി 0 ആയിരുന്ന ഫ്രീ ഇലക്ട്രോൺസ് എല്ലാം now start moving in a direction opposite to the electric field. എല്ലാവരും ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും. But they cannot move uninterrupted from one end of the conductor to the other end of the conductor. They cannot move uninterrupted. തടസ്സമില്ലാതെ ഒരു അറ്റത്തും മറ്റേ അറ്റത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം these electrons under the acceleration of electric field moving in the direction opposite to the electric field will be deflected by randomly vibrating atoms and ions. ആ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസ് കഴിച്ചുള്ള റാൻഡമായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആറ്റംസും അയോൺസിൻ്റെയും റാൻഡം മോഷൻ കാരണം, റാൻഡം വൈബ്രേഷൻസ് കാരണം ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് എല്ലാം they are being deflected back to the initial random status. Potential difference apply ചെയ്യും മുമ്പുള്ള ആ റാൻഡം സിറ്റുവേഷനിലേക്ക് തിരിച്ചു പോകും. കാരണം they are being deflected by the randomly vibrating atoms and ions. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്തപ്പോൾ എല്ലാവരും ഒരേ ഡയറക്ഷനിൽ ഇത് സ്റ്റാർട്ടഡ് മൂവിങ്. പക്ഷെ they cannot move from one end to the other end uninterrupted. കാരണം they will be deflected by randomly vibrating atoms and ions. എന്ത് പറ്റും? എവിടെ നിന്നാണ് തുടങ്ങിയത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും മുമ്പുള്ള സ്റ്റാറ്റസിലേക്ക് തിരിച്ചു പോകും വിത്ത് ആവറേജ് വെലോസിറ്റി 0. കാരണം റാൻഡമായി വീണ്ടും ഇമ്മീഡിയറ്റ്ലി വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യും, വീണ്ടും ആക്സലറേറ്റ് ചെയ്യും, വീണ്ടും റാൻഡംലി ഡിഫ്ലക്റ്റഡ് ബാക്ക് ടു ഇനീഷ്യൽ റാൻഡം സ്റ്റേറ്റ്മെന്റ്. അങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. Accelerated by electric field, then deflected to the random status, again accelerated, again deflected to the random status. So what we can find, whatever happening between two successive deflection is repeated. രണ്ട് successive deflection ഒക്കെ എന്തുണ്ടാവുന്നത്? അതെങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. As a result, average velocity between two successive deflections will be uniform. That average velocity we call drift velocity. അപ്പോൾ it is uniform. പക്ഷേ don't think that electrons are moving at uniform velocity. ഞാൻ പറഞ്ഞു ആരാണ് യൂണിഫോം? ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടു സക്സസീവ് ഡിഫ്ലക്ഷൻ. രണ്ട് സക്സസീവ് ഡിഫ്ലക്ഷൻ ഇടയ്ക്കുള്ള ആവറേജ് വെലോസിറ്റി ഉണ്ടോ, അത് തന്നെയാണ് അടുത്ത രണ്ട് ഡിഫ്ലക്ഷൻ ഇടയ്ക്കുള്ള ദൂരം. അതുകൊണ്ട് ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടു സക്സസീവ് ഡിഫ്ലക്ഷൻസ് വിൽ ബി യൂണിഫോം. അതിൻ്റെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ദ ഹോൾ മെക്കാനിസത്തിൻ്റെ പേരാണ് ഡ്രിഫ്റ്റിംഗ്. അപ്പം എന്തെല്ലാം കാര്യങ്ങളുണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യും മുമ്പ് ഒന്നാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് റാൻഡമായിട്ട് മൂവ് ചെയ്യാണ്. റാൻഡം മോഷൻ്റെ ഔട്ട്കം എന്താണ്?
ആവറേജ് വെലോസിറ്റി 0 ആണ്. ഇലക്ട്രോൺസ് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല. പോയിന്റ് നമ്പർ 2, വെൻ ദേ ആർ അപ്ലൈഡ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. ഇലക്ട്രോൺസ് സ്റ്റാർട്ട് മൂവിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ്, എല്ലാ ഇലക്ട്രോൺസും റാൻഡം മോഷൻ ഉപേക്ഷിച്ചിട്ട് ദേ വിൽ മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ബട്ട് ദേ കനോട്ട് കണ്ടിന്യൂസ്ലി മൂവ് ഫ്രം വൺ എൻഡ് ടു ദി അതർ എൻഡ്. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ ബീങ് ഡിഫ്ലക്റ്റഡ് ബൈ റാൻഡംലി വൈബ്രേറ്റിംഗ് ആറ്റംസ് ആൻഡ് അയോൺസ്. എന്നിട്ട് തുടങ്ങിയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആവറേജ് വെലോസിറ്റി 0 ആവുന്ന സ്റ്റേറ്റിലേക്ക് വേണ്ടി തിരിച്ചു വരും. വീണ്ടും ആക്സിലറേറ്റ് ചെയ്യും, വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 2 സക്സസീവ് ഡിഫ്ലക്ഷൻ ഇടയ്ക്കുള്ള പ്രോസസ്സ് എന്താ? ആക്സിലറേറ്റ് ചെയ്യുന്നു, ഡിഫ്ലക്റ്റഡ് ടു ഇനീഷ്യൽ റാൻഡം സ്റ്റേറ്റസ്, അഗെയിൻ ആക്സിലറേറ്റഡ്, ഡിഫ്ലക്റ്റഡ് ടു ഇനീഷ്യൽ റാൻഡം സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ട് ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡിലേക്ക് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. കുറച്ചു നേരം ആക്സിലറേറ്റ് ചെയ്യും, പിന്നെ ഡിഫ്ലക്ട് ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റസ്. ഇതിൻ്റെ പേരാണ് ഡ്രിഫ്റ്റിംഗ്. മാത്രമല്ല 2 സക്സസീവ് ഡിഫ്ലക്ഷൻ ഇടയ്ക്കുള്ള ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആവറേജ് വെലോസിറ്റി ഉണ്ടല്ലോ, അത് കോൺസ്റ്റൻ്റാണ്, അത് യൂണിഫോമാണ്. നെവർ തിങ്ക് ദാറ്റ് ഇലക്ട്രോൺസ് ആർ മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. റിപ്പീറ്റ്, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് അതാണ് യൂണിഫോം. അതിൻ്റെ പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി അത് യൂണിഫോമാണ്. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ സേക്കിന്, റിയൽ സിറ്റുവേഷനല്ല, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് എങ്ങനെ കണക്കാക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇലക്ട്രോൺസ് മൂവ് വിത്ത് എ സ്റ്റഡി ആവറേജ് വെലോസിറ്റി കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതായത് മാത്തമാറ്റിക്കൽ പർപ്പസിനെ, മാത്തമാറ്റിക്കൽ സേക്കിനെ ദർ ഈസ് നോ പ്രോബ്ലം ഇൻ കൺസിഡറിങ് ആസ് ഇഫ് ഇലക്ട്രോൺസ് മൂവ് വിത്ത് എ സ്റ്റഡി വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇതാണ് നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് നമുക്കറിയാം എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി വരുന്നത്? ഇ ഇൻറ്റു ഇ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സ് ബൈ മാസ് ഓഫ് ഇലക്ട്രോൺ, അത് ആക്സലറേഷൻ ആണ്, ഇൻറ്റു ടോ. ടോ എന്ന് പറയുന്നത് ദ ആവറേജ് ടൈം ബിറ്റ്വീൻ 2 സക്സസീവ് ഡിഫ്ലക്ഷൻ. എന്ന് വിളിക്കുന്നൊരു പേരുണ്ട് റിലാക്സേഷൻ ടൈം. നിങ്ങൾക്ക് അറിയണം റിലാക്സേഷൻ ടൈം. ഇതാണ് നമ്മുടെ ആവറേജ് വെലോസിറ്റി, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ. ഓക്കെ, ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, ഫോഴ്സ് ബൈ മാസ് ആക്സലറേഷൻ ആണ്, ഇൻറ്റു ആവറേജ് ടൈം ആണ് ടോ എന്ന് പറയുന്നത്. അപ്പോൾ ആവറേജ് വെലോസിറ്റി കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡിപ്പെൻഡൻസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓൺ ഇലക്ട്രിക് ഫീൽഡ്. നോക്കിയേ, വി ഡി ഈസ് ഈക്വൽ ടു, ഒന്നുകൂടി പറയുന്നു, ഇലക്ട്രോണിക് ചാർജ് ഒരു കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്, ആവറേജ് റിലാക്സേഷൻ ടൈം അത് മെറ്റീരിയലിൻ്റെ കോൺസ്റ്റന്റ് ആണ്, പിന്നെ ആകെയുള്ള കാര്യം ഇലക്ട്രിക് ഫീൽഡാണ്. അതുകൊണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇതാണ് നമുക്ക് ആ ഡ്രിഫ്റ്റിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ. ആ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് ഫീൽഡിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ കാരണം സാധാരണ ഫോഴ്സും ഫീൽഡേക്കും ആക്സിലറേഷനാണ് പ്രൊപ്പോർഷണൽ ആവുക, വെലോസിറ്റിക്കല്ല. നിങ്ങൾ മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ട്, ഫോഴ്സും ഫീൽഡെല്ലാം പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ആക്സിലറേഷനാണ്. പക്ഷെ ഇവിടെ ഈ ടിപ്പിക്കൽ ഡ്രിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട്, ടിപ്പിക്കൽ ഡ്രിഫ്റ്റിംഗ് മെക്കാനിസം ഉള്ളതുകൊണ്ട് വെലോസിറ്റിക്കാണ് ഫീൽഡ് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കൺക്ലൂഷൻ ദാറ്റ്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സിമ്പിൾ സർക്യൂട്ടാണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. നമ്മളെങ്ങനെയാണ്? ഈ രണ്ടും സീരീസിലാണ്. ഓക്കെ, ഞാനിതിനെ 1 എന്ന് വിളിക്കുകയാണ്. 1, 2, 3, 4 അല്ലേ? 1 ഉം 2 ആർ ഇൻ സീരീസ് ആണ്. അപ്പോൾ R12ൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? R12ൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 2R into 4R divided by 2R plus 4R. That comes to be, no, series alana, sorry. Resistors alle, they're in series. Effective resistance is 6R. R34, adum series alana.
അത് 12R. ഇനി R12 പാരലൽ ടു R34, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 6 × 12 ഡിവൈഡഡ് ബൈ 6, 4R ആണ്. ഈ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സിമ്പിൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ എനിക്ക് കിട്ടി. ഇനി നമുക്കറിയാം റെസിസ്റ്റൻസ് ഈസ് ഗിവൺ ബൈ EMF ഡിവൈഡഡ് ബൈ കറന്റ്. EMF എത്രയാണ്? 4 വോൾട്ട് ആണ്. കറണ്ട് എത്രയാണ്? 0.25 ആണ്. ദാറ്റ് കംസ് ടു ബി 16 ohms. Therefore നമുക്ക് എന്ത് കിട്ടി? ഇവിടെ കിട്ടി ഫ്രം ടേക്കിംഗ് ദ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ വി ഗോട്ട് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് 4R ആണ്. യൂസിങ് ഓംസിലോ നമുക്ക് എന്ത് കിട്ടി? 4/0.5 നമുക്ക് 16 കിട്ടി. ദിസ് ഗിവ്സ് യു R is equal to 16/4. ആറിൻ്റെ വാല്യൂ 4 ohms ആണ്. യെസ്, അഞ്ചാമത്തെ ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. യെസ്, equilateral triangle is made of a uniform wire of resistance R. Then equivalent resistance between any two edges. ഞാൻ ഇങ്ങനെയാണ് അതിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓരോ പോർഷനും മൊത്തം അത് R റെസിസ്റ്റൻസ് ആയിരുന്നു. ഇറ്റ് ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. അപ്പോൾ ഓരോന്നും R/3 ആയി. R/3. എനിക്ക് വേണ്ടത് ABC. എനിക്ക് വേണ്ടത് ബിറ്റ്വീൻ, എല്ലാതും സിമെട്രിക്കലാണ്. ഇഫ് ഐ ടേക്ക് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ A and B ഓർ B and C ഓർ C and A എല്ലാം ഒരുപോലെയാണ്. അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോർണേഴ്സ് ആണ്. എന്തായിരിക്കും? ഞാൻ ബിറ്റ്വീൻ A and B എടുക്കുകയാണ്. RA and B ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്കറിയാം എന്താണ്? RAC RCB in series അല്ലേ? ഇത് പാരലൽ വിത്ത് RA. ഇത് ബിറ്റ്വീൻ A and B. ഇത് എഫക്റ്റീവ് ആണ് കേട്ടോ. RAB എഫക്റ്റീവ്. ബിറ്റ്വീൻ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫക്റ്റീവ്, R ഇഫക്റ്റീവ് ആയിട്ട്. സോ ഇത് എത്രയാണ്? R/3 സീരീസ് എന്ന് പറഞ്ഞാൽ 2R/3. 2R/3 into R/3 divided by how much? 2R/3 plus R/3. So that comes to be 2R/9, and this will be R. 2R/3, 2R/9. This is coming to be 2R/9. Simple combination. 2R/9 effective resistance. Okay, 2R/3 into R/3 ഇത് രണ്ടും സീരീസിലാകുമ്പോൾ 2R/3 കിട്ടി. ഈ 2R/3 R/3 പാരലാണ്. 2R/3 into R/3 ഡിവൈഡഡ് ബൈ 2R. ഇത് എത്ര വരും? ഇത് നമുക്ക് 2R²/9. ഇത് നമുക്ക് 3R/3. ദാറ്റ് വിൽ ബി കമ്മിങ് ടു ബി 2R/9. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്ത, n identical cells are connected in parallel. n identical cells അല്ലേ? ഓരോ സെല്ലിൻ്റെയും EMF E ഇന്റേണൽ റെസിസ്റ്റൻസ് R. അങ്ങനെ n identical cells, they are connected in parallel. n, listen, എല്ലാ സെല്ലിൻ്റെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഇത് നമ്മൾ എന്നിട്ട് ചെയ്തു, ഈ കോമ്പിനേഷന്, ദിസ് കോമ്പിനേഷൻ ബി കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഇതാണ് സെൽസ് among them are parallel to each other. n ഐഡന്റിക്കൽ സെൽസിൻ്റെ സെൽസ് among them are parallel to each other. ഓരോന്നും ഐഡന്റിക്കലാണ്, ഓരോന്നിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R ആണ്. ഇങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ്, ഇഫക്റ്റീവ് EMF. ഐഡന്റിക്കൽ സെൽസ് ആകുമ്പോൾ എന്ത് വേണം? when they are connected in parallel, effective EMF will be E. ഇനി
ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ്, എല്ലാ ഇന്റേണൽ റെസിസ്റ്റൻസും എങ്ങനെയാണ് വരുന്നത്? പാരലായിട്ട് വരുന്നത്, R/N. ഇനി മൊത്തം റെസിസ്റ്റൻസ് ഇഫക്റ്റീവ് എന്ത് വരും? R+R/N. Then സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് given by E divided by R+R/N. ഇതാണ് n ഐഡന്റിക്കൽ സെൽസ് കണക്റ്റഡ് പാരലലി. പോയിന്റ് നമ്പർ 1. എന്നിട്ട് ഈ കോമ്പിനേഷനെ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റർ. ഓരോ സെല്ലിൻ്റെയും EMF E ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് r ആണ്. അങ്ങനെ n സെൽസ് ഇൻ പാരലൽ, അതിനെ ഒരു എക്സ്റ്റേണൽ റെസിസ്റ്ററിൽ കണക്ട് ചെയ്തിരിക്കുന്നു. നോക്കുക, EMF E തന്നെയാണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് R/N, ടോട്ടൽ റെസിസ്റ്റൻസ് ഈ കോമ്പിനേഷൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R/N ആൻഡ് ക്യാപിറ്റൽ R വിൽ കം ഇൻ സീരീസ്, R+R/N ആൻഡ് കറന്റ് ഡ്രോൺ. ഇനി ഫ്രം എ സിംഗിൾ സെൽ എത്രയാ കറണ്ട് വരുന്നത്? EMF E, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് R/small. ഇപ്പോ നമുക്ക് ഫ്രം കോമ്പിനേഷൻ ഹൗ മച്ച് കറണ്ട് വി ആർ ഡ്രോയിങ്? E divided by R/R+. നമുക്ക് നോക്കാം. EMF ഒരു സിംഗിൾ സെല്ലായിരുന്നപ്പോൾ EMF E ആണ്, കോമ്പിനേഷൻ്റെയും ഇഫക്റ്റ് EMF E ആണ്. നമുക്ക് EMF അല്ലെങ്കിൽ വോൾട്ടേജിലെ ഇൻക്രീസോ ഡിക്രീസോ ഇല്ല. n സെൽസ്, ഐഡന്റിക്കൽ സെൽസ് ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ സെല്ലിൻ്റെയും EMF E തന്നെ, കോമ്പിനേഷൻ്റെയും പാരലൽ കോമ്പിനേഷൻ്റെയും EMF E തന്നെ. അപ്പം നമുക്ക് വോൾട്ടേജിലെ EMFിലെ ഗെയിൻ ഇല്ല. അപ്പോൾ നെറ്റ് വോൾട്ടേജ് ഇൻക്രീസസ്, തെറ്റ്. ഇനി നെറ്റ് വോൾട്ടേജ് ഡിക്രീസസ്, തെറ്റ്. നമുക്ക് കറണ്ട് നോക്കാം. ഒരു സിംഗിൾ സെല്ലിന്റെ കറണ്ട് എത്രയാ? E divided by R+R. ഇനി ഇവിടെ കറണ്ട് എത്രയാ? E divided by R+R/N. അതായത് ഡിനോമിനേറ്റർ ആദ്യം R+small ആയിരുന്നു, ഇപ്പൊ ഡിനോമിനേറ്റർ കുറഞ്ഞു, R+R/N ആയി. അതായത് സെല്ല് ഡ്രോ ചെയ്യുന്ന കറന്റ് കൂടും. സിംഗിൾ സെല്ലായിരുന്നെങ്കിൽ ഇതായിരുന്നു, ഡിനോമിനേറ്ററിൽ ക്യാപിറ്റൽ R+r, ഇവിടെ ഡിനോമിനേറ്ററിൽ ക്യാപിറ്റൽ R+R/N, ഡിനോമിനേറ്ററിൽ സെക്കൻഡ് ടേം കുറഞ്ഞു, അതുകൊണ്ട് ഡിനോമിനേറ്ററിന്റെ വാല്യൂ മൊത്തത്തിൽ കുറഞ്ഞു, അതുകൊണ്ട് കറണ്ട് കൂടി. അപ്പോൾ നെറ്റ് കറണ്ട് ഡിക്രീസസ്, അതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓട്ടോമാറ്റിക്കലി നെറ്റ് കറണ്ട് ഡിക്രീസസ്, തെറ്റാണ്. ഇനി ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്തിരിക്കുകയാണ്? എത്ര ടിക്കറ്റിരിക്കുന്നത്? കുറഞ്ഞിരിക്കുക, R/N ആണ്, അതും തെറ്റാണ്. ഒരു ഓപ്ഷൻ മാത്രമേ കറക്റ്റ് ഉള്ളൂ. ഒന്നുകൂടി പറയട്ടെ, സെൽസിനെ കണക്ട് ചെയ്യുന്നു, ഐഡന്റിക്കൽ സെൽസ് ആണ്, പാരലി കണക്ട് ചെയ്യുമ്പോൾ ഇഫക്റ്റീവ് EMF E തന്നെയാണ്, കൂടുമില്ല കുറയുമില്ല. ഇനി ഇഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറഞ്ഞു, അതുകൊണ്ട് സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ് കുറഞ്ഞു, അതുകൊണ്ട് സർക്യൂട്ട് ഡ്രോ ചെയ്യുന്ന കറണ്ട് കൂടും. അതാണ് നിങ്ങളുടെ കറക്റ്റ് ഓപ്ഷൻ. യെസ്. അടുത്തത്, tau is average time between any two successive deflection, then mobility of the electron. Mobility എന്നുള്ള ടേം കുറെ കൂടി സൂട്ടബിൾ ആയിരിക്കുന്നത് കണ്ടക്ടേഴ്സിനല്ല, കുറെ കൂടി സൂട്ടബിൾ ആയിരിക്കുന്നത് സെമി കണ്ടക്ടേഴ്സിനും ഇലക്ട്രോലൈറ്റിനൊക്കെ. എന്നാലും അങ്ങനെ ഒരു ടേം അവിടെ വരുന്നത് കൊണ്ട് വി ആൾസോ ടോക്ക് ഇൻ കണ്ടക്ടേഴ്സ് ആൾസോ. മൊബിലിറ്റി, ഒരു ഗുഡ് കണ്ടക്ടേഴ്സിൽ നമുക്ക് അതിൻ്റെ ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി മതി അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയാനായിട്ട്, ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. എന്നിരുന്നാലും നമുക്ക് ഡെഫിനിഷൻ പ്രകാരം മൊബിലിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽഡ്. Drift velocity per field. Yes, drift velocity per field. Okay. Now tell me, നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് നമ്മൾ ഇക്വേഷൻ എഴുതി. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ എഴുതിയത്?
EE divided by M into 2. എനിക്ക് വേണ്ടത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽ. ഇവിടെ നിന്ന് ഇ ഇങ്ങോട്ട് വരട്ടെ. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽ ഇ ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ എം. ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജ്, എം ഇലക്ട്രോണിന്റെ മാസ്, ടോ ആവറേജ് റിലാക്സേഷൻ ടൈം. അപ്പോൾ മൊബിലിറ്റി ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽ നേരത്തെ പറഞ്ഞു. ഡ്രിഫ്റ്റ് വെലോസിറ്റി എക്സ്പ്രഷൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇ ബൈ എം ഇൻറ്റു ടോ. അവിടെ നമുക്ക് വി ഡി ബൈ എം കിട്ടും, മൊബിലിറ്റി കിട്ടും, ഇ ഇൻറ്റു ടോ ബൈ എം. നമ്മുടെ 5th ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. യെസ്, ഓക്കെ. വി ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാക്സിമം കറണ്ട് ഡ്രോൺ ഫ്രം എ ബാറ്ററി ഓഫ് 12 വോൾട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് അല്ലേ? അതായത് സർക്യൂട്ടിലെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അല്ലേ? സർക്യൂട്ട് ഡ്രോസ് മാക്സിമം കറണ്ട്. Circuit draws maximum current when circuit contains only internal resistance. സർക്യൂട്ടിലെ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രം ഉള്ളെങ്കിലാണ് കറണ്ട് ഡ്രോ ചെയ്യുന്നത്. ഇനി കറണ്ട് മാക്സിമം എന്താണ്? ഇ എം എഫ് ഡിവൈഡഡ് ബൈ ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇ എം എഫ് 12 വോൾട്ട്, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.5, ദാറ്റ് ഗീവ്സ് യു 24 ആംപിയർ കറണ്ട് അല്ലേ? സിമ്പിൾ. വേറെ റെസിസ്റ്റൻസ് ഒന്നും പാടില്ല. നമ്മൾ ഡയറക്റ്റ്ലി സെല്ലിൻ്റെ ടെർമിനൽസിനെ കണക്ട് ചെയ്യുക. നമ്മൾ സാധാരണ കണ്ടിരിക്കുന്ന പോസിറ്റീവും നെഗറ്റീവും കൂടി കൂട്ടി യോജിക്കുമ്പോൾ അപ്പോൾ സർക്യൂട്ടിൽ ആര് മാത്രമേ വരുന്നുള്ളൂ? ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ. അത് വളരെ നോർമലി വളരെ ചെറുതാണ്. അതുകൊണ്ട് കറണ്ട് വളരെ ഹൈ ആയിരിക്കും. അതുകൊണ്ട് പലപ്പോഴും സ്പാർക്ക് കാണും. കാരണം കറണ്ട് ഈസ് വെരി ഹൈ, കോസിങ് എ സ്പാർക്ക്. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ മാക്സിമം കറണ്ട് ഡ്രോ ചെയ്യുക. സർക്യൂട്ടിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 3 identical resistors are connected in the form of a triangular mesh ABC. Then if a battery of 12 volt is connected across AB, ratio of the current flowing through the AB to ACB. Yes. ഇതാണ് 3 resistance നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്തു. ഇതാണ് AB, ഇതെന്താണ് AC. ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു 12 വോൾട്ട് ബാറ്ററി. ഇതിൻ്റെ റെസിസ്റ്റൻസ് 6, ഇത് 6, ഇത് 6. ഈ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് 6 6 2R. അപ്പോൾ കറണ്ട് ഇവിടെ എൻ്റർ ചെയ്യുന്നു, എയിൽ എൻ്റർ ചെയ്യുന്നു, ബിയിൽ ലീവ് ചെയ്യുന്നു. ഇത് 12 വോൾട്ട് ആണ്, ലീവ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ അറ്റ് എ കറണ്ട് വിൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ്. പാരലൽ കണക്ഷനിൽ current will be divided in the inverse ratio of resistance. ഇവിടെ എത്തുമ്പോൾ ബ്രാഞ്ച് ചെയ്യണം. ഒരു ബ്രാഞ്ച് റെസിസ്റ്റൻസ് ഓഫ് എ ബി ബ്രാഞ്ച് അത് 6, റെസിസ്റ്റൻസ് ഓഫ് എ സി ബി ബ്രാഞ്ച് R plus R 2R. Therefore, നമുക്ക് വേണ്ടത് കറണ്ട് ത്രൂ ദി റേഷ്യോ ഓഫ് കറണ്ട് ത്രൂ എ ബി. Current through AB is to current through ACB will be inverse ratio of resistance. RACB is to RAB. 2R is to R. അല്ലെങ്കിൽ 2 is to 1. അപ്പോൾ ഇവിടെ ACB ബ്രാഞ്ചിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 2R, ABയുടെ 6. They are connected parallelly between A and B. When 2 resistors are connected parallelly, current will be in the inverse ratio of resistance. രണ്ടിന് ഒരേ കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. രണ്ടും ഇൻ എഫക്ട് ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കോമൺ ആണ്. അപ്പോൾ കറണ്ട് വിൽ ബി ഇൻവേഴ്സ് റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റേഷ്യോ ഓഫ് റെസിസ്റ്റൻസ് 1:2. ഇൻവേഴ്സ് എന്താണ്? 2:1. അപ്പോൾ കറണ്ട് അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ഇത് കൂടെ പാസ് ചെയ്യും,
കുറവ് റെസിസ്റ്റൻസ് ഉള്ള AB ബ്രാഞ്ചിൽ പാസ് ചെയ്യും. അതാണ് ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുന്നത്. ആൻസർ ഈസ് 2:1. അടുത്ത ക്വസ്റ്റ്യൻ. Resistance wire of 30 degree are separated by respectively 5 ohms and 6 ohm. Temperature coefficient of resistance to the material. നമുക്കറിയാം റെഡിമെയ്ഡ് ഫോർമുല ഉണ്ട്. Temperature at any temperature in degrees Celsius are 0 into 1 plus alpha T, where T is temperature in degrees Celsius. ആദ്യം 30 ഡിഗ്രിയിൽ 5 ohms ആണ്. R0 എന്താണ്? നമുക്ക് വേണമെങ്കിൽ R0 റെഫറൻസ് ടെമ്പറേച്ചർ ആണ്. നോർമലി വി ടേക്ക് 0 ഡിഗ്രി. നമ്മൾ രണ്ട് കേസും കമ്പയർ ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് റെഫറൻസ് വയ്ക്കാൻ 0 ഡിഗ്രി. കാരണം ടെമ്പറേച്ചർ എടുക്കുന്നത് 0 ഡിഗ്രി ടു 30, അപ്പോൾ ഡിഫറൻസ് 30. 0 ഡിഗ്രി ടു 40, അപ്പോൾ അതാ പറഞ്ഞേ നോർമലി വി കീപ് റെഫറൻസ് ടെമ്പറേച്ചർ ആസ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ്. അതാണ് ഞാൻ ഇവിടെ പ്രത്യേകം ഇരിക്കുന്നത്. ഹിയർ ടെമ്പറേച്ചർ മസ്റ്റ് ബി ഇൻ ഡിഗ്രി സെൽഷ്യസ്. കാരണം വി നീഡ് എ റെഫറൻസ് ടെമ്പറേച്ചർ. അത് 0 ഡിഗ്രി സെൽഷ്യസ് എടുത്തിരിക്കുക. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ടി വിൽ ബി ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് വരും. ഫസ്റ്റ് കേസിലെ 5 ohms ആണ്. R0 നമുക്കറിയില്ല, ഇൻറ്റു 1 പ്ലസ് ആൽഫ നമുക്കറിയില്ല. ടെമ്പറേച്ചർ ഇൻ ഡിഗ്രി സെൽഷ്യസ് 30 ആണ് അല്ലേ? കാരണം 0 ഡിഗ്രി സെൽഷ്യസിൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസ്. 6 അതും R0 ഇൻറ്റു 1 പ്ലസ് 40 ആൽഫ. എനിക്ക് വേണ്ടത് എന്താണ്? ദി ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് വേണം, ആൽഫ വേണം. ഡിവൈഡ് ചെയ്യാം. എന്ത് കിട്ടി? 5/6 is equal to 1 plus 30 alpha divided by 1 plus 40 alpha. Cross multiply ചെയ്യുക. 5 plus 200 alpha is equal to 6 plus 180 alpha. അങ്ങോട്ട് പോട്ടെ. Therefore 20 alpha is equal to 1. Alpha is equal to 1/20. 0.05 per degree Celsius. 1/20 ആണ് 0.05. ഓക്കെ, ഇതാണ് നമുക്ക് നേരിട്ടിട്ട് we cannot directly go from 5 ohms to 6 ohms. ബേസിക്കലി നമ്മൾ ആൽഫയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ആൽഫ ഇസ് ഡിഫൈൻഡ് ബേസ്ഡ് ഓൺ എ റെഫറൻസ് ടെമ്പറേച്ചർ. നമുക്ക് കൺവീനിയൻസ് ടു ടേക്ക് റെഫറൻസ് ടെമ്പറേച്ചർ ആസ് 0 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമുക്ക് വി ഷുഡ് ഗെറ്റ് 30 ഡിഗ്രിയിൽ കേസ് കിട്ടണം, ആരുമായി റെഫർ ചെയ്തിട്ട് 0 ഡിഗ്രി. അതുപോലെ വി ഷുഡ് ഗെറ്റ് 40 ഡിഗ്രി സെൽഷ്യസിലെ റെസിസ്റ്റൻസ് കിട്ടണം, ആരുമായി റെഫർ ചെയ്തിട്ട് 0 ഡിഗ്രി. അപ്പോൾ രണ്ടും 0 ഡിഗ്രി ആയിട്ട് റെഫർ ചെയ്യണം. അങ്ങനെയാണ് ആൽഫ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Therefore നമുക്ക് ഇങ്ങനെ എഴുതാം. In solving we will be getting alpha is equal to 1/20. ഉണ്ടോ? എല്ലാ ക്വസ്റ്റ്യൻസും നമുക്കൊരു ന്യൂമറിക്കൽ സ്ട്രെയിൻ ഒന്നും എളുപ്പമാണ്. Wire of 25 ohms resistance is cut into n pieces of equal length. These pieces are connected in parallel. Their equivalent resistance is 1 ohms and value of n. അല്ലേ? ഞാൻ പറഞ്ഞ കപ്പാസിറ്ററിൽ പറഞ്ഞ പോലെ when cut into n pieces, അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് പീസ്, ആദ്യത്തെ കാൽക്കുലേഷൻ, റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് പീസ്, ഓരോ പീസിൻ്റെയും റെസിസ്റ്റൻസ് എത്രയാണ്? 25/n. ഒന്നിൻ്റെ 25 അത് n പീസാക്കി. വെൻ കണക്റ്റഡ് ഇൻ പാരലൽ, കപ്പാസിറ്റർ കണ്ടു. when resistors are connected in, capacitors are connected in parallel, നമ്മൾ ആഡ് ചെയ്തു. ആൻഡ് സീരീസിലാണ് നമ്മൾ അത് റെഡ്യൂസ് ചെയ്ത്. നമ്മൾ പറഞ്ഞു ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് ഈവൻ സ്മോളർ ദാൻ സ്മോളസ്റ്റ് സീരീസിൽ. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു when they are connected in series, all of them are identical, effective capacitance will be each by number. ആ കപ്പാസിറ്ററിൽ സീരീസിനുണ്ടായിരുന്ന അതേ റിലേഷൻ ഇവിടെ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാം? പാരലലിന് അപ്ലൈ ചെയ്യാം. വെൻ കണക്റ്റഡ് ഇൻ പാരലൽ, ആർ ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു ഓരോന്നും 25/n ആണ്, ഡിവൈഡഡ് ബൈ n. ദറ്റ് ഈസ് 25/n².
And that is given to be how much? 1 ohm. Therefore, n square is 25. N is equal to root 25. That is 5 ohms. അല്ലേ? നമുക്ക് മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ. ആദ്യം ഐഡന്റിക്കൽ പീസാണ്. അപ്പോൾ ഓരോന്നും 25/n. അടുത്തത് കപ്പാസിറ്ററിൽ സീരീസിനായിരുന്ന കണ്ടീഷൻ ഇവിടെ പാരലലിന് അപ്ലൈ ചെയ്യുന്നു. വെൻ n identical resistors are connected in parallel, effective resistance will be each by number. ഇവിടെ each 25/n ആയിരുന്നു, by n, but 25/n square. So we will be getting the answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. എന്താണ് വിസ്റ്റോൺ ബ്രിഡ്ജ്? നമുക്കറിയാം വിസ്റ്റോൺ ബ്രിഡ്ജും മീറ്റർ ബ്രിഡ്ജും എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്, ടു ഫൈൻഡ് അൺനോൺ റെസിസ്റ്റൻസസ് അല്ലേ? അൺനോൺ റെസിസ്റ്റൻസ്. We are using the principle of bridge balancing. When bridge is balanced, P by Q is equal to R by L. P യും Q യും R ഉം known ആണ്. നാലാമത്തെ unknown can be known. Unknown resistance മെഷർ ചെയ്യാനാണ് by making a balanced bridge. Balanced bridge. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. Current carrying railway subway track is made up of steel as a cross-sectional area 20 centimeters squared. Resistance of 2 kilometer track is in ohms. As a multiple of specific resistance, rho is. Direct question, resistance is equal to rho into L by A. Very direct question. Specific resistance rho ആണ്. Length എത്രയാണ്? 2 kilometers ആണ്. നമുക്കതിനെ മീറ്റേഴ്സിലേക്ക് ആക്കാം. 2 into 10 to the power of 3 divided by area എത്രയാണ്? 20 centimeters squared. 20 into 10 to the power of -4. Everything in SI unit. അപ്പോൾ എന്ത് വരും? ഇത് റോ ഇൻറ്റു 2 into 10 to the power of 3. ഇത് 2 into 10 to the power of -3. 2 get cancelled. This is coming to be 10 to the power of 6 rho. ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഓഫ് ഓംസ് ലോ. R is equal to rho into L by A. യൂണിറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് മാത്രം. കാരണം ഇവിടെ നിങ്ങൾ നോക്കിയേ, ഞാൻ ഇവിടെ വെറും സെന്റിമീറ്ററിലാക്കിയാൽ പോരെ, കാരണം എന്ത് സെന്റിമീറ്റർ സ്ക്വയറിലാണ് വരണം. അതുകൊണ്ട് ബെറ്റർ ടു അവോയ്ഡ് എനി കൺഫ്യൂഷൻ, എല്ലാതും മീറ്ററിലേക്ക് ആക്കാൻ നല്ലത്. കാരണം നമ്മൾ ലെങ്ത് സെന്റിമീറ്ററിൽ അല്ലെങ്കിൽ മീറ്ററിലും മറ്റേത് അതിൻ്റെ സ്ക്വയർ ആയിട്ടാണ്. അപ്പോൾ രണ്ടും ഒരേ യൂണിറ്റിലേക്ക് നമ്മൾ കമ്പൽസറി ആയിട്ട് കൊണ്ടുവരണം, അതായത് SI യൂണിറ്റിലേക്ക്. അതാണ് കൺവീനിയൻറ്റ്. അടുത്ത n identical cells each of EMF and inductance are connected in parallel. നമ്മൾ കണ്ടു total EMF will be itself and effective internal resistance is R by N. നേരത്തെ പറഞ്ഞു n identical cells are connected in parallel. എത്ര സെൽസ് ആയാലും effective EMF will be E. പക്ഷെ effective internal resistance, എല്ലാ internal resistanceും coming in parallel, that will be coming to be R by N. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുന്നു. സെമി കണ്ടക്ടറിൽ പഠിച്ചിട്ടുണ്ട്, വെൻ ആദ്യം കണ്ടക്ടറിൽ പറയാം. കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. കാരണം അവിടെ കോൺസെൻട്രേഷൻ ഓഫ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് rho is equal to m divided by n e squared rho. ഇതിനൊരു പേരുണ്ട് ഈ ഫോർമുലയ്ക്ക്, ഡ്രൂട്ട്സ് ഫോർമുല. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുലയാണ്. m മാസ് ഓഫ് ഇലക്ട്രോൺ, n നമ്പർ ഡെൻസിറ്റി, ഈ ഇലക്ട്രോണിക് ചാർജ്, ടോ ആവറേജ്. ഇനി കണ്ടക്ടറിലാണെങ്കിൽ വെൻ കണ്ടക്ടർ ഹീറ്റഡ്, എന്നിൽ മാറ്റില്ല. നമ്പർ ഡെൻസിറ്റി എല്ലാ ഒരു കണ്ടക്ടറിൽ പഠിച്ചിട്ടുണ്ട്. ഓൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ഇലക്ട്രോൺ. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ദർ ഈസ് നോ ചേഞ്ച് ടു ഹാപ്പൻ ഇൻ ദ നമ്പർ ഡെൻസിറ്റി. മാസ് ഓഫ് ഇലക്ട്രോൺ മാറില്ല, ഇലക്ട്രോണിക് ചാർജ് മാറില്ല. എന്ത് പറ്റും? കൊളീഷൻ പ്രോബബിലിറ്റി വിൽ ബി ഇൻക്രീസിങ്. റാൻഡംനെസ് കൂടും, മോർ കൊളീഷൻ വിൽ ഹാപ്പൻ, ബട്ട് ടോ വിൽ decrease. Average relaxation time interval between two successive deflection will decrease. Rho decreases, upper rho increases.
resistivity increases, resistance increases. Okay. ഇനി സെമി കണ്ടക്ടേഴ്സിലെ അവിടെ N increases considerably. There is a considerable increase in the number density. ടെമ്പറേച്ചർ കൂടുമ്പോൾ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും, N കൂടും, അപ്പോൾ റോ ഡിക്രീസസ്. സെമി കണ്ടക്ടറിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. കാരണം ഞാൻ പറഞ്ഞു, അതായത് അവിടെ റിലാക്സേഷൻ ടൈമിൻ്റെ മാറ്റം അത്രയും നോട്ടബിൾ അല്ല. അവിടുത്തെ നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാകുന്ന നമ്പർ ഡെൻസിറ്റിയിലാണ്. നമ്പർ ഡെൻസിറ്റി കൺസിഡറബിൾ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ട് റെസിസ്റ്റിവിറ്റി കുറയും, റെസിസ്റ്റൻസ് കുറയും. മറിച്ച് കണ്ടക്ടേഴ്സിലാണെങ്കിൽ നമ്പർ ഡെൻസിറ്റിക്ക് മാറ്റമില്ല, എല്ലാ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും ഫ്രീ ഇലക്ട്രോണും ആയിട്ടുണ്ട്. അവിടെ നോട്ടബിൾ ചേഞ്ച് വരുന്നത് റിലാക്സേഷൻ ടൈമാണ്. റിലാക്സേഷൻ ടൈം കുറയും, അത് പ്രകാരം കൊളീഷൻ പ്രോബിലിറ്റി കൂടും, അപ്പോൾ റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. ആദ്യ വ്യത്യാസം നോട്ട് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. മൊബിലിറ്റി ഈസ് ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ്. നേരത്തെ പറഞ്ഞാണ് മൊബിലിറ്റി ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽഡ്. യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ബൈ ന്യൂട്ടൺ പെർ കൊളൂം. കൊളൂം മീറ്റർ ബൈ ന്യൂട്ടൺ സെക്കൻഡ്. യൂണിറ്റ് കൊളൂം മീറ്റർ, കൊളൂം മോളിക്യൂം സെക്കൻഡ്. അല്ലെങ്കിൽ ഇത് റെസിപ്രോക്കലാണ്, റെസിപ്രോക്കൽ ഓഫ് ബി. ബി എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ കൊളൂം മീറ്റർ. അതിന്റെ അങ്ങനെയും കൂടി ഓർത്ത് വെച്ച് നല്ലതാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഫീൽഡ് മീറ്റർ പെർ സെക്കൻഡ് പെർ ന്യൂട്ടൺ പെർ കൊളൂം, അല്ലെങ്കിൽ കൊളൂം മീറ്റർ ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ സെക്കൻഡ്. അത് മൊബിലിറ്റി. ഇനി മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് പെർ കൊളൂം മീറ്റർ ആണ്. അപ്പോൾ അത് റെസിപ്രോക്കലാണ്. അതായത് മൊബിലിറ്റി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓർത്ത് വെച്ചാൽ നല്ലതാണ്. നമ്മുടെ ആൻസർ എന്താണ് ഇവിടെ? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. Resistivity to metallic varies directly proportional to the T temperature to average relax. നേരത്തെ എഴുതിയല്ലോ, ഡ്രൂട്ട്സ് ഫോർമുല എഴുതിയല്ലോ. എന്താ ഡ്രൂട്ട്സ് ഫോർമുല പറയുന്നത്? റോ resistivity is equal to m divided by n e square tau. n e square tau. ഇവിടെ റെസിസ്റ്റിവിറ്റി എമ്മിനെ directly proportional, n in inversely proportional, average relaxation time in inversely proportional. അപ്പോൾ resistive metallic varies directly proportional. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് 1/n അല്ലേ? അപ്പോൾ എന്നിന് ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി വാട്ട് അബൌട്ട് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റിവിറ്റി കൂടും കണ്ടക്ടേഴ്സിൽ. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ based on Drude's formula. അടുത്തത് ഇലക്ട്രോലൈറ്റ് മൊബിലിറ്റി ഓഫ് മൊബൈൽ ചാർജ് കാരിയേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കണ്ടക്ടേഴ്സിൽ ആരാണ്? കണ്ടക്ടേഴ്സിലെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോലൈറ്റിലെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ആണ്. അയോണൈസ്ഡ് ഗ്യാസിലെ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ആണ്. സെമി കണ്ടക്ടറിൽ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആണ് കാരിയേഴ്സ്. റിപ്പീറ്റ്, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇലക്ട്രോലൈറ്റിലെ ആരൊക്കെയാണ് ചാർജ് കാരിയേഴ്സ്? അവിടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഇതുപോലെ തന്നെയാണ് എവിടെയും അയണൈസ്ഡ് ഗ്യാസിലും പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസാണ്. പക്ഷേ കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസ് മാത്രമാണ്. സെമി കണ്ടക്ടേഴ്സിലെ ഇലക്ട്രോൺസ് ഉണ്ട്, ഹോൾസ് ഉണ്ട്. അടുത്തത് തിയറി ക്വസ്റ്റ്യൻ തന്നെയാണ്. ബോത്ത് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് എ conductor is hal. R is equal to rho into L by A. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല, എന്നാൽ ഞാൻ എഴുതുന്നു. റോ ഇൻറ്റു ലെങ്ത്തും പകുതിയായി, ഏരിയയും പകുതിയായി. എന്ത് പറ്റും? നോ ചേഞ്ച്. റെസിസ്റ്റൻസ് റിമെയിൻ അൺചേഞ്ച്. ഒന്നുമില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ.
എഴുത പോലും വേണ്ട, മനസ്സിൽ ചെയ്യാവുന്നുള്ളൂ. പക്ഷെ ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ലെങ്ത് ഹാഫായി ഏരിയ ഡബിൾ ആവും, 1/4 ആവും. മറിച്ചാവാം, ലെങ്ത് ഡബിളായി ഏരിയ ഹാഫായി, അപ്പോൾ 4 times ആ. ഇനി നിങ്ങളെ കുഴക്കാൻ ചോദിക്കാം, ലെങ്ത്തും ഏരിയയും ഡബിളാക്കി, വാട്ട് ചേഞ്ച് വിൽ ഹാപ്പൻ ടു റെസിസ്റ്റിവിറ്റി? കെയർഫുൾ ആയിരിക്കണം. റെസിസ്റ്റിവിറ്റി ഡസൻ ഡിപ്പെൻഡ് അപ്പോൺ ലെങ്ത് ആൻഡ് ഏരിയ. അപ്പോൾ ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ വെരി കെയർഫുൾ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് റെസിസ്റ്റൻസ് ആണോ റെസിസ്റ്റിവിറ്റി ആണോ നിങ്ങൾ നോക്കണം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഇത് ഏറ്റവും സിമ്പിൾ ഓപ്ഷനാണ്. ലെങ്ത്തും ഡബിൾ ചെയ്തു, ലെങ്ത്തും ഹാഫാക്കി, ഏരിയയും ഹാഫാക്കി, അപ്പോൾ നോ ചേഞ്ച്. അടുത്ത കേസിലേക്ക് നമുക്ക് വരാം. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ ട്രാൻസ്മിഷൻ കേബിൾസ്. പവർ വേസ്റ്റഡ്, ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്, പവർ വേസ്റ്റഡ് ഇൻ ട്രാൻസ്മിഷൻ കേബിൾ. അത് I² × RC. എല്ലാവർക്കും അറിയാം, I ആണ് അതിലൂടെ പോകുന്ന കറണ്ട് ത്രൂ ദ ട്രാൻസ്മിഷൻ ലൈൻസ്. ഇനി RC ട്രാൻസ്മിഷൻ ലൈനിന്റെ റെസിസ്റ്റൻസ്. ഇനി നമുക്കറിയാം P is നമ്മുടെ ടാസ്ക്, പവർ ട്രാൻസ്മിറ്റഡ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. P എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ്, നമ്മുടെ ടാസ്ക് ആണ്. നമ്മൾ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന ഇത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ്. B എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അറ്റ് ജനറേറ്റിംഗ് സ്റ്റേഷൻ. ജനറേറ്റിംഗ് സ്റ്റേഷനിൽ എത്ര വോൾട്ടേജ് ഉണ്ട് അത്രയാണ് നമ്മൾ അവിടെ നിന്ന് സെൻഡ് ചെയ്തത്. I കറണ്ടാണ്. അപ്പോൾ നമുക്ക് Iക്ക് റീപ്ലേസ് ചെയ്യാം, പവർ ട്രാൻസ്മിറ്റഡ് ഡിവൈഡഡ് ബൈ V. അപ്പോൾ പവർ വേസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിഷൻ കേബിൾ വിൽ ബി പവർ ട്രാൻസ്മിറ്റഡ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് അറ്റ് വിച്ച് പവർ ഇസ് ട്രാൻസ്മിറ്റഡ് സ്ക്വയർ ഇൻറ്റു RC. ഇനി വാട്ട് ഈസ് ദ പവർ ട്രാൻസ്മിറ്റഡ് കൊടുത്തിരിക്കുന്നത്? 11 kilowatts. അപ്പോൾ 11 × 10⁻³ ഡിവൈഡഡ് ബൈ വോൾട്ടേജ്. വോൾട്ടേജ് എത്രയാ? 220. ഇതിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 22 × 10 ഇതിൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഓഫ് ദ ട്രാൻസ്മിഷൻ കേബിൾ 3 × 10⁻⁻². അല്ലേ, 0.03. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് 1/2, ഇത് 10⁻⁴. അല്ലേ, ഇത് 11/22 എന്ന് പറഞ്ഞാൽ 11/22 എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ. 220 ഞാൻ 2 × 22 × 10 എഴുതി, 220 വോൾട്ട്. ഇത് 11 kilowatts കറക്റ്റ്. ഇത് 1/2 എന്ന് എഴുതി. ഇനി ഇവിടെ 10⁻⁴, ഇത് 10⁻² ആവും, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ 10⁻⁴ × 3 × 10⁻⁻². isn't it? ഇതിൻ്റെ സ്ക്വയർ ഉണ്ട്, അപ്പോൾ 1/4 വരും. 1/4 അല്ലേ. 1/2 സ്ക്വയർ ഉണ്ട്, 1/2 സ്ക്വയർ 1/4. അപ്പോൾ ഇനി എന്തുണ്ട്? 3/4 × 10⁻⁴. 3/4 × 10⁻⁴. 10⁻⁴ ഇല്ലല്ലോ, 10⁻². ഒന്നും കൂടെ എഴുതും. ദിസ് ഈസ് 10⁻² സ്ക്വയർ, 10⁻⁴ ആയി. ഇത് 3 × 10⁻⁻² ആയി. ദിസ് ഈസ് 3/4 × 10⁻². നമ്മൾ കിലോ വാട്ടിൽ എഴുതുമ്പോൾ എത്ര ഇത് വരാം? 0.75 × 10⁻², അല്ലെങ്കിൽ 0.075 × 10⁻³ watts, അല്ലെങ്കിൽ 0.075 kilowatts. ഇതാണ് ആൻസർ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക, പവർ വേസ്റ്റഡ് ഇൻ ദ ട്രാൻസ്മിഷൻ കേബിൾ. ഇതിനെക്കുറിച്ച് ചെറിയൊരു കാര്യം നമുക്ക് ചോദിച്ചു നോക്കാം. ഇതാണ് അതിൻ്റെ ഐഡിയൽ ഫോർമുല. ഇതിലെ P എന്ന് പറയുന്നത് പവർ ട്രാൻസ്മിറ്റഡ് ആണ്. അത് നമ്മുടെ ടാസ്ക്കാണ്. നമുക്ക് ഇത്രയും പവർ ട്രാൻസ്മിറ്റ് ചെയ്യണം, പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് കൺസ്യൂമർ പ്ലേസിലേക്ക്. അതിലൊരു കോംപ്രമൈസ് പറ്റില്ല, ഇത്ര ആവശ്യമാണ്, റിക്വയർമെൻ്റ് ആണ്, അത് കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് ദ കേബിൾ, അതിനും ഒരു ലിമിറ്റിന്
താഴെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം നമുക്ക് അവിടെ ഒരു കോംപ്രമൈസ് പറ്റില്ല. ആകെ ഒരു കോംപ്രമൈസ് പറ്റുന്നത് എവിടെയാണ്? എത്ര വോൾട്ടേജിലാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. വി എന്ന് പറയുന്നത് അത് ഡിനോമിനേറ്ററിലാണ്, അതിൻ്റെ സ്ക്വയറാണ് വരുന്നത്. വി സ്ക്വയറിനെ ഇൻവേഴ്സ് ആയിട്ടാണ് പവർ ലോസസ് കുറയുന്നത്, പവർ വേസ്റ്റ് കുറയുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മാർഗം പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, എന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പോൾ പവർ ലോസസ് മിനിമാക്കാം. അപ്പോൾ പവർ ലോസസ് മിനിമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് വോൾട്ടേജിനെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. വോൾട്ടേജ് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ട് പവർ ലോസസ് മിനിമാക്കാൻ പറ്റും. അതാണ് നമ്മൾ കണ്ടു കാണും 11,000 kV അല്ലേ. സാധാരണ അത് 11ന്റെ മൾട്ടിപ്പിൾസിലാണ് വരാറ്. ഹൈ വോൾട്ടേജിലാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും പവർ ലോസസ് കുറയും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. ഏകദേശം ഒരു 18 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ ദെൻ